സ്കൂൾ ജീവിതത്തിലെ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു യാത്രയായിരുന്നു വയനാട്ടിലേക്കുള്ള യാത്ര. അതിരാവിലെ 5 മണിക്ക് തന്നെ നമ്മുടെ യാത്രയ്ക്കായി എല്ലാവരും വന്നെത്തി. 5:15 കൂടി ബസ് പുറപ്പെട്ടു. ഞങ്ങളുടെ കൂടെ അധ്യാപകരായ നൗഷാദ് മാഷും മഞ്ജുള ടീച്ചറും ഷിഹാബ് മാഷും മുനീറ ടീച്ചറും രഞ്ജിനി ടീച്ചറും ആസാദ് മാഷും മറ്റു രക്ഷിതാക്കളും ഉണ്ടായിരുന്നു. വളരെ സന്തോഷത്തോടെ യാത്ര ആരംഭിച്ചു. പാട്ടും ഡാൻസുമായി വയനാടൻ പ്രകൃതിയും ആസ്വദിച്ച് ഞങ്ങൾ യാത്ര തുടർന്നു. വയനാട് ചുരം എത്തുന്നതിനു മുമ്പേ തന്നെ ഞങ്ങൾ പ്രഭാത ഭക്ഷണം കഴിച്ചു. അടിവാരം ഭാഗത്തു നിന്നുമുള്ള ഒരു ഹോട്ടലിൽ നിന്നായിരുന്നു ഭക്ഷണം. പൊറോട്ടയും ദോശയും ഒക്കെ ഉണ്ടായിരുന്നു. മഞ്ജുള ടീച്ചറും നൗഷാദ് മാഷും ഭക്ഷണം വിളമ്പിത്തന്നു. ശേഷം വയനാട് ചുരത്തിലൂടെ യാത്ര തുടർന്നു. പാക്കേജർ റഹ്മാൻ ചേട്ടൻ ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർക്ക് വളരെ എളുപ്പത്തിൽ കോഴിക്കോട് നിന്നും മറ്റുമൊക്കെ മൈസൂർ പോകാൻ ഒരു നല്ല റൂട്ട് ആവശ്യമായിട്ട് വന്നു. അങ്ങനെയാണ് ഇങ്ങനെ റൂട്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാര് ഏതാണ് ആർക്ക് ഈ റൂട്ടിനെ പറ്റി അറിയില്ല. അങ്ങനെയാണ് ആദിവാസി വിഭാഗത്തുള്ള വയനാട്ടിലെ ആദിവാസി വിഭാഗത്തിലുള്ള കരിന്തണ്ടൻ എന്ന് പറയുന്ന ഒരാൾക്ക് ഈ ഒരു റൂട്ട് വളരെ നല്ലപോലെ അറിയാമെന്ന് മനസ്സിലാക്കിയ ബ്രിട്ടീഷുകാര് ഈ കരിന്തണ്ടനെ സഹായം തേടി. അദ്ദേഹം ചുരത്തെ പറ്റിയുള്ള കരിന്തണ്ടന്റെ ചരിത്രം പറഞ്ഞു. ചുരം കയറി കരിന്തണ്ടന്റെ സ്മാരകം ഞങ്ങൾ കണ്ടു. ശേഷം എന്നൂര് എന്ന ഗോത്ര പൈതൃക ഗ്രാമത്തിലേക്ക് ജീപ്പിലൊരു അടിപൊളി ട്രക്കിംഗ്. ഗോത്ര വിഭാഗങ്ങളുടെ ആചാരങ്ങളും കൃഷിരീതിയും ജീവിതവും അറിയാൻ സാധിച്ചു. വീണ്ടും
ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിൽ കയറി. ഉച്ചയ്ക്ക് ബിരിയാണി ആയിരുന്നു. ഭക്ഷണം കഴിച്ച് നേരെ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിലേക്ക്. അവിടെ പോയി കാട്ടരുവിയിൽ ഞങ്ങൾ ഇറങ്ങി. കടുവ എത്ര എന്തോ പറയുന്നത് കടുവ വൈകിട്ട് 5 മണിയോടെ ഷോപ്പിങ്ങും ഫ്രഷിങ്ങും കഴിഞ്ഞ് നേരെ ബാണാസുര സാഗർ അണക്കെട്ടിലേക്ക്. ഊഞ്ഞാലാടിയും പാർക്കിൽ കളിച്ചും സമയം ചിലവഴിച്ചു. ശേഷം 7 മണിയോടെ ക്യാമ്പ് ഫയറിന് വേണ്ടി യാത്ര തിരിച്ചു. പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് നൗഷാദ് മാഷ് ചോക്കോബാർ മേടിച്ചു തന്നു. പിന്നീട് പാട്ടും ഡാൻസുമായി ഒരുപാട് സമയം. മണിയോടെ ഭക്ഷണം കഴിച്ച് നേരെ വീട്ടിലേക്ക്. പോകുന്ന വഴിക്ക് ഷോപ്പിങ്ങിനും അവസരമൊരുക്കി. ഈ വയനാട് യാത്ര എന്നെന്നും
ഓർത്തിരിക്കുന്ന സൗഹൃദ നിമിഷങ്ങളും അനുഭവങ്ങളും കാഴ്ചകളും നൽകിയ യാത്രയായിരുന്നു. ഞങ്ങൾ വളരെയധികം എൻജോയ് ചെയ്തൊരു യാത്രയായിരുന്നു ഇത്. പിന്നെ വയനാട്ടിലേക്കുള്ള യാത്ര അങ്ങനെ പറ.